100 കോടി ഹാഷിറിനും സംഘത്തിനും. ഞെട്ടി. വാഴ 2 250 കോടിയിലേക്ക്. 250 കോടിന്ന് ഹാഷിറിനും ടീമിനും ഓരോ കോടി വീതം കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഓരോ കോടിയോ? വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരു കോടി കൊടുത്തിട്ടുണ്ടാവും. 250 കോടി ഇല്ലേ? ഓരോരുത്തർക്ക് ഓരോ കോടി കൊടുത്താലും കുറെ ബാക്കിയുണ്ടല്ലോ. ഇതെന്താ ഓണക്കോടി എപ്പോഴെടുത്ത് കൊടുക്കാൻ? ഇനിയിപ്പോൾ കൊടുത്തു കാണുമോ? ആ വാഴ 3 ലേഡീസ് ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അതിൽ സെക്യൂരിറ്റിയുടെ റോളെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വരുൺ മരിച്ചില്ലായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുക? വരും മരിച്ചില്ലായിരുന്നെങ്കിൽ ദൃശ്യം 2 ഉണ്ടാവില്ല, 3 ഉണ്ടാവില്ല. എന്തൊരു സംശയമാണത്? ഇങ്ങനെയാണെങ്കിൽ എനിക്കും കുറേ സംശയങ്ങളുണ്ട്. മാധവൻ കട്ട തേക്കൊന്നും വിറ്റുപോയിട്ടില്ല. അതെന്താ, തേക്കിന് പോടുണ്ടായിരുന്നോ? അങ്ങനെയല്ല ഡയലോഗ്. മാധവൻ കട്ടൊന്നും ഷേക്ക് വിട്ടു പോയിട്ടില്ല, എന്നാലും അത് അവിടെ പോയിട്ടുണ്ടാവും. അതെവിടെയും പോട്ട്. CID മൂസ 2 ഉണ്ടാവുമോ? CID മൂസ 2 ഉണ്ടാവണമെങ്കിൽ സലീം കുമാർ ആ ഫ്ലൈറ്റ് മര്യാദയ്ക്ക് ലാൻഡ് ചെയ്യിപ്പിക്കണം. മിസ്റ്റർ ബട്ട്ലറിൽ ലിഫ്റ്റിൽ നിന്ന് അരിയും പച്ചക്കറിയും കഴുകുന്ന വെള്ളം അവരെവിടെ കളഞ്ഞിട്ടുണ്ടാവുക? അതെവിടെയും കളയാലോ, ആരും കാണൂല, ആരറിയാനാ? അന്നത്തെ കാലത്ത് CCTV ഇല്ലല്ലോ. എൻ്റെ സംശയം അതല്ല. മേലെടുത്ത് രാഘവൻ നായർ രക്ഷപ്പെട്ടു കാണുമോ? എന്തേ? ആ പാവ ആ മൊട്ടക്കുന്നിൽ കൃഷി ചെയ്ത് ഏത് കാലത്ത് പച്ച പിടിക്കാനാ? ശരിയാ. എന്നാലും അപ്പുവേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? ഏതപ്പോട്ടൻ? കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനോ അതോ കാഞ്ചനമാലയുടെ അപ്പൂട്ടനോ? മാവിൽ ചക്ക തിന്നാൻ പോയ അപ്പുവേട്ടൻ. ഈ പറഞ്ഞ അപ്പൂട്ടൻ ചക്ക തിന്നാൻ വേണ്ടി മാത്രം എന്തിനാ താനൂർ പോയി? തമ്പാനൂർ മാത്രം എന്താ ചക്ക മാവിൽ കഴിക്കണത്? തമ്പാനൂർ അങ്ങനെയാണ്. തമ്പാനൂർ ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ്. ചക്ക മാവിലും മാങ്ങ പ്ലാവിലാണ് കഴിക്കുക. പിന്നെ ഈ പൂജപ്പുര കരമന കിള്ളിപ്പാലം വരുമ്പോൾ തേക്കിലും ചക്ക കഴിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ദൃശ്യം 3 എന്തായിരിക്കും ചെയ്തു വെച്ചിട്ടുണ്ടാവുക? ദൃശ്യം 3 സബ്ജക്റ്റ് വരുണല്ല. Now it makes sense. വെയിറ്റ്, അപ്പൊ ജോർജ് കുട്ടി അതിനു വേണ്ടി ആ പശുക്കിടാവിനെ കൊന്നോ? Now it makes sense. അതായിരുന്നു അവൻ്റെ പോയിന്റ്. ബ്രൂട്ടൽ. പശുക്കിടാവിൻ്റെ കേസ് 2 വന്നല്ലേ? ഇനി അതൊന്നുമല്ല, വരും മരിച്ചിട്ടില്ലെങ്കിലോ?